നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് സ്കിൻ ഗ്ലോ ആവാനായിട്ട് സാധിക്കുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ലതുപോലെ റിസൾട്ട് നൽകുന്ന ഒരു ക്രീം തന്നെയാണ് ഈ പറയുന്നത്. കാരണം നല്ലതുപോലെ നിങ്ങൾക്ക് ചർമ്മം തിളക്കമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിൻ്റെ ചാലഞ്ച്, അതായത് 3ാമത്തെ ചാലഞ്ചാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആകെ 3 ചാലഞ്ചുകളേ ഉള്ളൂ. ഈ 3 ചാലഞ്ചുകളും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. എന്നാലേ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ഒരിക്കലും പുറത്ത് പോയി ഒരു ക്രീം പോലും മേടിക്കില്ല. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് നൽകുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ വ്യത്യാസം കണ്ടെത്താനുമായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്കിന്നിനകത്ത് ഓപ്പൺ പോഴ്സ് മാറ്റാനും സ്കിൻ ടാൻ മാറ്റാനും എല്ലാത്തിനുമായിട്ട് ഈ ഒരു ക്രീം സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടിയുള്ള ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പൊട്ടറ്റോ ആണ് വേണ്ടത്. പൊട്ടറ്റോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാം. അതിന് ശേഷമാണ് നമ്മൾ അരിക്കുന്നത്. അങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതിൻ്റെ നീര് ഒരു അരിപ്പയിട്ടിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് അരിച്ച് എടുക്കാം. അരിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും നീര് കിട്ടി അത്രയും ഒരു പൊട്ടറ്റോയ്ക്കകത്തുനിന്ന്, അതായത് മീഡിയം വലുപ്പത്തിലാണ് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വെക്കണം റെസ്റ്റ് ചെയ്യാൻ. റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയാം. അതിനുശേഷമാണ് നമ്മുടെ ക്രീം തയ്യാറാക്കുന്നത്. ഇനി കുറച്ച് നേരം ഇത് അനക്കാതെ തന്നെ നമുക്കൊരു ഭാഗത്തേക്കൊന്ന് മാറ്റി വെക്കാം. റെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് അനക്കാതെ തന്നെ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ജ്യൂസ്, അതായത് ഈ കിടക്കുന്ന ഇത് കണ്ടോ, ഈ വെള്ളം അങ്ങ് മാറ്റുക. നമുക്കിനി വേണ്ടത് ഈ കാണുന്ന അടിമട്ടാണ്, അതായത് അതിൻ്റെ അടിയിൽ കിടക്കുന്ന സംഭവമാണ് നമുക്കിനി വേണ്ട സംഭവം. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചേർക്കണം. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. നമുക്കിതാ 1 സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഗ്ലിസറാണ്. ഗ്ലിസർ 1 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ ഗ്ലിസറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ റെഗുലർ യൂസ് ഫേസിന് അത്ര നല്ലതല്ല. നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ലതുപോലെ ഡാമേജ് ആവാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ചേർക്കാനായിട്ട് ഫേസിന് പറ്റില്ല. നമ്മൾ ഇത്രയും കൂടി, അതായത് നമ്മൾ ഇപ്പം പൊട്ടറ്റോയുടെ ആ ഒരു അടിമട്ടും, നമ്മുടെ പൊട്ടറ്റോയുടെ ഈ അടിമട്ടാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ക്രീമിന് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീമിൻ്റെ പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നല്ലതുപോലെ നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇതങ്ങ് നല്ല തിക്കായിട്ടങ്ങ് മാറും. അതാണ് നമ്മളില്ല കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ക്രീമിൻ്റെ രൂപത്തിലായിട്ടാണ് നമുക്ക് ഈ ഒരു ക്രീം കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. റെഗുലർ വൈറ്റമിൻ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് അത്ര നല്ലതല്ല. സ്കിൻ ഡാമേജ് ആയി മാറും. സ്കിന്നിനകത്തൊക്കെ കുരുക്കളൊക്കെ വരാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ല ഞാൻ ഓപ്ഷനാണ് പറയുന്നത്, ചേർക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് നമുക്ക് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ക്രീം തന്നെ നമുക്ക് തയ്യാറാക്കി വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ്. കണ്ടല്ലോ ക്രീമിൻ്റെ ആ ഒരു ഇത് കണ്ടോ. പിന്നെ നമുക്ക് ചില രീതിയിൽ ഒരു പാത്രം, അതായത് ടിന്നിനകത്താക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. എന്നും രാത്രിയിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ക്രീം രാത്രി അപ്ലൈ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ സ്കിൻ നല്ലതുപോലെ ഗ്ലോ ആവാനായിട്ടൊക്കെ രാത്രി കാലഘട്ടത്തിലൊക്കെ സഹായിക്കും. കാരണം നമ്മൾ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെ സ്കിൻ നല്ലതുപോലെ പിടിക്കാനൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. നമ്മുടെ ചാലഞ്ചിൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള
നൈറ്റ് ക്രീമാണ് ഞാൻ ഈ കാണിച്ചത്. ഈ ക്രീം നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ ചർമ്മത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. തയ്യാറാക്കിയത് അതിനെന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. റിസൾട്ടോ വളരെ വലിയ റിസൾട്ട് തന്നെ കിട്ടുന്ന കാര്യമാണ്. എല്ലാവരും അത് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. നല്ലതുപോലെ റിസൾട്ട് നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മറ്റുള്ളത് ചെയ്തില്ലെങ്കിലും ഈ ഒരു നൈറ്റ് ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നിങ്ങളുടെ ചർമ്മം തിളക്കമാക്കി മാറ്റാനായിട്ട് സാധിക്കും. എല്ലാവരും അത് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. നല്ലതുപോലെ റിസൾട്ട് നൽകും. എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതിനകത്ത് ഡൗട്ടോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.